യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വന്നതാണ്. എൻ്റെ ഒരു കുഞ്ഞറിവാണ്. അതായത് ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കുർബാനയെക്കുറിച്ചൊക്കെ. അവർ പറഞ്ഞ് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ് വിശുദ്ധ കുർബാന, അതായത് ഈശോയുടെ ശരീര രക്തം നമുക്ക് തന്ന് ഒരുക്കപ്പെട്ടതാണ് കുർബാന എന്ന് പറയുന്നത്. ആ ഒരുക്കപ്പെട്ട കുർബാനയുടെ പൂർണ്ണത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാ ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും പോയി വിശുദ്ധ കുർബാന കണ്ട് സ്വീകരിച്ചത് കൊണ്ട് ഒരു ഫലവും നമ്മുടെ ജീവിതത്തിലുണ്ടാകത്തില്ല. ഈശോ സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രക്ഷയ്ക്കും അതേപോലെ തന്നെ അവരിലേക്ക് ഈശോയുടെ ജീവൻ, ഈശോ കടന്നു വരാനുള്ള, ഈശോ ജീവിക്കാനുള്ള ഒരു വഴിയും കൂടി ഒരുക്കിയിട്ടാണ് ഈ ബലി അന്ന് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ എന്തോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആരും പറഞ്ഞോ അറിഞ്ഞോ അറിയാനോ കഴിഞ്ഞിരുന്നില്ല. വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് വിശുദ്ധ കുർബാന എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീര രക്തമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അത് നമ്മുടെ പാപങ്ങൾക്ക് മോചനവും, മനസ്സിലായില്ലേ? അത് വിശുദ്ധിയോടെ സ്വീകരിച്ചാൽ അത് നമ്മുടെ പാപങ്ങൾക്ക് മോചനവും നമ്മുടെ നിത്യരക്ഷയുമാണ് അതിനകത്ത് പറയുന്നത് ഈശോ. അതാണ് ഈശോ ആ ബലി അർപ്പിച്ചത്. അതാണ് ഈശോയുടെ ബലി, അതാണ് ഈശോയുടെ ത്യാഗം, അതാണ് ഈശോ നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് തൻ്റെ ശരീരവും രക്തവും നമുക്ക് തന്നത്. അത് വെറും മാംസം മുറിച്ച് തരയിലേത്, രക്തം ഊറ്റി തരയിലേത്, അതായത് ഒരു പ്രതീകമായ ഒരു അപ്പത്തിനെ അതിനെ ഈശോ തൻ്റെ ശരീരമായിട്ട് തന്നെ മാറ്റുകയാണ്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വീഞ്ഞ്, അതിനെ ഈശോ തൻ്റെ രക്തമായിട്ട് മാറ്റുകയാണ്. ഇത് രണ്ടും യോഗ്യതയോടുകൂടി കഴിക്കുമ്പോൾ മാത്രമാണ് അത് ശരീരവും രക്തവുമായി മാറപ്പെടുന്നത്. ഇല്ലെങ്കിൽ അതുണ്ടാവത്തില്ല. ഇത് രണ്ടും കൂടി സ്വീകരിക്കണം. അതായത് ഇത് രണ്ടും ഉണ്ടാവണം, ശരീരവും, അതായത് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഗോതമ്പപ്പം, ഓസ്തി, ആ ഓസ്തിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വീഞ്ഞ്, അതായത് രക്തം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് തരുമ്പോഴാണ് അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ ശരീര രക്തവുമായി മാറപ്പെടുന്നത്. അതിനെയാണ് ഈശോ ബലിയായി പറയുന്നത്. അതാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ പ്രക്രിയ, ആ ഈശോയുടെ ശരീരരക്തം ഭക്ഷിക്കപ്പെടുന്ന ആ പ്രക്രിയയുടെ ഒരു നടപടിയാണ് ഈ പ്രാർത്ഥന. അതാണ് കുർബാന. അതായത് ഈശോയുടെ ശരീരരക്തമല്ല കുർബാന, ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കപ്പെടുന്നതിനുള്ള ഒരു നടപടിക്രമത്തെയാണ് കുർബാന എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ അത് യോഗ്യതയോടുകൂടി ഭക്ഷിക്കുമ്പം അതെങ്ങനെ ഭക്ഷിക്കണമെന്ന് ഇന്ന് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഈശോയുടെ ശരീരരക്തം യോഗ്യത ഭക്ഷിക്കുന്ന എന്ന് പറയുന്നത് 1 കൊറിന്ത്യസ് 11 അധ്യായത്തിൻ്റെ 23 തിരുവചനത്തിൽ പറയുന്നുണ്ട്, തന്മൂലം ആരെങ്കിലും എൻ്റെ ശരീരരക്തം അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് യോഗ്യതയോടുകൂടി ഭക്ഷിക്കുമ്പോഴാണ് ഈശോയുടെ ശരീരവും രക്തവും ഈശോയുടെ ജീവൻ നമ്മളിലേക്ക് തുടിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ അതുണ്ടാകത്തില്ല. അതിനൊരു ഒരുക്കമുണ്ട്. ആ ഒരുക്കപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രാർത്ഥന. അതിനെയാണ് നമ്മൾ കുർബാന എന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് യോഗ്യതയോടുകൂടി ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എങ്ങനെയാണ് യോഗ്യതയോടുകൂടി ഭക്ഷിക്കുന്നതെന്ന്. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ, രാജുമേച്ചേരി എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ പലരും അത് നോക്കാറുമില്ല, പലർക്കും അത് താല്പര്യമില്ല. കാരണം നമ്മളൊരു സാധാരണ അൽമായൻ,
എൻ്റെ ഷർട്ടിന് 6 ബട്ടൺസേ ഉള്ളൂ. അതായത് മോള് മുതൽ കണ്ണങ്കാല് വരെ ബട്ടൺസ് ഉള്ളവർ പറയുന്നത് മാത്രമേ ചിലർ വിശ്വസിക്കത്തുള്ളൂ. അതാണ് യോഗ്യത എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെ കുറവ്. അവന് അതേ വിശ്വസിക്കുള്ളൂ. നമ്മൾ പറഞ്ഞൊന്നും വിശ്വസിക്കത്തില്ല. നിങ്ങൾക്ക് സൗകര്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോടെ സ്വീകരിക്കാൻ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറുക. രാജു മേച്ചേരി എന്ന് അടിച്ചു കൊടുത്താൽ അത് കിട്ടും. നിങ്ങളതൊന്ന് നോക്കുക. അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക. ഒരിക്കലും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത കുമ്പസാരമല്ല. കുമ്പസാരത്തിലൂടെ നമുക്കത് യോഗ്യതയോടെ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. മനുഷ്യൻ്റെ പാപം കുമ്പസാരത്തിൽ മുഴുവനായി ഏറ്റുപറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കുമ്പസാരം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കുമ്പസാരം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. കുമ്പസാരം ഒരു സഭയുടെ ഒരു കൂദാശയാണ്. അത് നിങ്ങൾ സ്വീകരിക്കുക. അത് സഭയിൽ നിൽക്കുന്നിടത്തോളം കാലം ആ കൂദാശ നമ്മൾ സ്വീകരിക്കാം. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ കുർബാന, വിശുദ്ധ കുർബാനയുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. മൂല്യം നമ്മൾ അതാണ് വിശുദ്ധ കുർബാനയുടെ പൂർണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം. അതാണ് വിശുദ്ധ കുർബാന. പാപങ്ങൾക്ക് മോചനവും നമുക്കൊരു നിത്യജീവനും. മനസ്സിലായില്ലേ? അതാണ് ഈ ഈശോ നമുക്ക് തന്നിരിക്കുന്ന ആ ശരീരരക്തത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വിശുദ്ധ കുർബാന എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് മോചനമാണ്. അത് സ്വീകരിക്കുന്നവൻ യോഗ്യതയോട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സകല രോഗങ്ങളും വിട്ടുപോകും. ഒരു സംശയം വേണ്ട. അത് നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോൾ അത് സകല രോഗങ്ങളും നമ്മൾ വിട്ടുപോകും, സകല അസ്വസ്ഥകളും നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് യോഗ്യതയോടുകൂടി അത് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ വെച്ചാൽ മാത്രം വിശുദ്ധ കുർബാനയ്ക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ അതൊരു വെറും പ്രഹസനമാണ്. ആൾക്കാർ വന്ന് വാങ്ങുന്നു, നാക്ക് നീട്ടുന്നു, മേടിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അതിലൊരു ഫലവും ഉണ്ടാകത്തില്ല ആർക്കും. എൻ്റെ അനുഭവം ഞാൻ പറയണേ. ഞാനത് സ്വീകരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലുള്ള സകല വേദനകളും സകല അസ്വസ്ഥതകളും അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെടും ഈശോ. അത് നിങ്ങൾക്ക് കൂടി അനുഭവപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ വിശുദ്ധ കുർബാനയെ, ആ ഈശോയുടെ ശരീരരക്തത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ തങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് പാപമോചനം നേടിത്തന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധമാക്കപ്പെട്ടുകൊണ്ട് ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.